فبأي آلاء ربكما تكذبان. ഇനി അള്ളാഹുവിൻ്റെ ഈ കബീർ അൽ അലീം, അൽ കബീർ അൽ അലീം എന്നുള്ള നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന അളമത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു എന്തിനെല്ലാം മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ, എന്തിനെല്ലാം തഅലീം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹു ഏതെങ്കിലും വ്യക്തിയെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലം, ഏതെങ്കിലും സമയം, അതുപോലെ തന്നെ ഏതെങ്കിലും കർമ്മങ്ങൾ, അങ്ങനെ എന്തെങ്കിലും മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഹറം അള്ളാഹു തആല മഹത്വപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ ചില സമയങ്ങൾ, ഇപ്പോൾ ദുൽഹിജ്ജ ആദ്യത്തെ 10, അതുപോലെയുള്ള ചില സമയങ്ങൾ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ, സ്വാലിഹീങ്ങൾ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സ്ഥലം, സമയം, വ്യക്തികൾ, കർമ്മങ്ങൾ, ഇതിനൊക്കെ എന്ത് കൊടുക്കണം? ആ മഹത്വം കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കബീർ ആണെന്ന് പറയുമ്പോൾ, അള്ളാഹുര് അൽ കിബ്രിയ, എല്ലാവിധ മഹത്വവും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ ഇബാദത്തിൻ്റെയും റൂഹാണത്. അഥവാ അള്ളാഹുവിനെ തഅലീം ചെയ്യുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹു കബീർ ആണെന്ന് അറിയിക്കുക എന്നുള്ളത് എല്ലാ ഇബാദത്തിൻ്റെയും റൂഹാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകളിൽ ഒരു മുസ്ലിം ആ അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നത് അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കൂ, നമ്മൾ നോമ്പുകാരാണ്. നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈദിൻ്റെ സമയത്ത് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 185 ആയത്തിൽ പറയാണ്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീർ ചെയ്യുക എന്ന് പറഞ്ഞു കാണാം. ഇനി ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? സൂറത്തുൽ ഹജ്ജിലെ 37 ആയത്തിൽ കാണാം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. മൃഗങ്ങളെ അത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരെ നിങ്ങൾക്ക് അതിന് കീഴൊതുക്കി തന്നതുമായി ബന്ധപ്പെട്ട് പറയാണ്, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ തക്ബീർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്ബീർ എന്നുള്ളതിന് വളരെ മഹത്തായ സ്ഥാനമുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഓൻ പറയണം. അതിന് പകരം എന്ത് വാക്ക് പറഞ്ഞാലും പറ്റൂല. അപ്പോൾ അള്ളാഹു അക്ബർ എന്നതിന് പകരമായി അള്ളാഹു അഅലം എന്നോ, അള്ളാഹു റഹ്മാൻ എന്നോ, അള്ളാഹു റഹീം എന്നോ, അല്ലെങ്കിൽ വേറെ ഏത് നാമം കൊണ്ട് പറഞ്ഞാലും അത് നിസ്കാരം ശരിയാവില്ല. അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, മാ യുഫർരിഖു അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഹൽ തഅലമു മിൻ ഇലാഹിൻ സിവല്ലാഹ്. അദീ ഇബ്നു ഹാത്തിമിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അതിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഇലാഹിനെ നിനക്കറിയുമോ? അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം സംസാരിച്ചു ചോദിച്ചു, ഇന്നമാ തുഫിറു അൻ തഖൂല അല്ലാഹു അക്ബർ വതഅലമു ഷൈഅൻ അക്ബറ മിൻ അല്ലാഹ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിനേക്കാൾ വലിയവനായി, അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ളവനായി എന്തെങ്കിലും നിനക്കറിയുമോ? അങ്ങനെ സ്വഹാബി പറയാണ്, ഇല്ല, അറിയില്ല എന്ന് പറയാൻ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ദഅവത്തിന്റെ സന്ദർഭത്തിൽ. അപ്പോൾ അള്ളാഹു അക്ബർ എന്നുള്ളത് ദീനിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന, വളരെയധികം ഇബാദത്തിന്റെ റൂഹായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, ഒരടിമ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം അള്ളാഹുവിനെ പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ വലിയവനായി ഒന്നും തന്നെയില്ല. മഹത്വപ്പെടുത്തുന്ന വിഷയത്തിലാവട്ടെ, എല്ലാ വിഷയത്തിലും അള്ളാഹുവാണ് വലിയവൻ. ദാത്ത് കൊണ്ടാവട്ടെ, സിഫത്ത് കൊണ്ടാവട്ടെ, അവൻ്റെ ഖൽബിലാവട്ടെ, അവൻ്റെ ജീവിതത്തിലാവട്ടെ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് തെളിയിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. ഇനി അൽ കബീർ അൽ അലീം, ഈ രണ്ട് വാക്കുകളുണ്ട്. കിബ്രിയ അൽ അളമ, ഇതിലേതാണ് ഏറ്റവും മഹത്വമുള്ളത്? രണ്ടിനും ഒരേ ആശയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട്, പക്ഷെ ഒരിക്കലും അത് പര്യായ പദങ്ങളല്ല. അൽ അലീം എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ തഅലീം ചെയ്യുന്നതിനേക്കാൾ, അൽ അളമത്ത് എന്നതിനേക്കാൾ ഒരു പടി മുകളിലുള്ള വിശേഷണമാണ് അൽ കിബ്രിയ എന്നുള്ളത്.
തഅലീം ചെയ്യുന്ന അല്ലെങ്കിൽ അളമത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഒരുപടി മുകളിലുള്ള മഹത്വപ്പെടുത്തലിനാണ് കിബിരിയ എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണാം മജ്മൂ ഫതാവയിൽ. അദ്ദേഹം പറയാണ്, വഫീ ഖൗലി അല്ലാഹു അക്ബർ ഇസ്ബാതു അളമതിഹി, അല്ലാഹു അക്ബർ എന്നുള്ള വാക്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ സ്ഥിരപ്പെടുത്തുകയാണ്. ഫഇന്നൽ കിബ്രിയാ തതദമ്മനുൽ അളമ, കിബ്രിയാ എന്നുള്ളത് അളമത്തിനെ നിർബന്ധമാക്കുന്ന അതിലുള്ളാവുന്ന കാര്യമാണ്. വലാകിൻ അൽ കിബ്രിയാ അക്മൽ, പക്ഷെ കിബ്രിയാ എന്നുള്ളത് അളമത്തിനേക്കാൾ പരിപൂർണമായിട്ടുള്ള ഒരു വിശേഷണമാണ്. വലിഹാദാ ജാഅത്തിൽ അൽഫാദുൽ മശ്റൂഅതു ഫിസ്സലാ വൽ ആദാൻ ബിഖൗലി അല്ലാഹു അക്ബർ, അതുകൊണ്ടാണ് നിസ്കാരത്തിലും ബാങ്കിലുമെല്ലാം വന്നിട്ടുള്ള വാക്ക് അല്ലാഹു അക്ബർ എന്നായിട്ടുള്ളത്. ഫഇന്ന ദാലിക അക്മലു മിൻ ഖൗലി അല്ലാഹു അഅ്ലം, അല്ലാഹു അഅ്ലം എന്ന് പറയുന്നതിനേക്കാൾ പരിപൂർണതയുള്ള വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. കമാ സബത ഫി സ്വഹീഹി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അൽ കിബ്രിയാ റിദാഇ വൽ അളമതു ഇസാരി, കിബ്രിയ എന്നുള്ളത് മേൽവസ്ത്രവും അളമത്ത് എന്നുള്ളത് താഴ്ഭാഗത്തെ വസ്ത്രവുമാണ് എന്ന് ആ ഹദീസ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫജഅലൽ അളമത കൽ ഇസാർ വൽ കിബ്രിയാ കദ്ദിദാ, അളമത്തിനെ താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രത്തിന്റെ രൂപത്തിലും പറഞ്ഞു, കിബ്രിയാഇനെ മേൽഭാഗത്തുള്ള വസ്ത്രവും പറഞ്ഞു. വമഅലൂമുൻ അന്ന ദിദാ അഷ്റഫ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മേൽഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ് ഒന്നുകൂടി ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് അറിയാം. ഫലമ്മാ കാന തക്ബീർ അബ്ലഗു മിന തഅലീം സറഹ ബിലഫ്ളിഹി വതളമ്മന ദാലിക തഅലീം, അതുകൊണ്ടാണ് തഅലീമിനേക്കാൾ അളമത്തിനേക്കാൾ വലുതാണ് കിബ്രിയ എന്ന് പറയുന്നതും ആ കിബ്രിയായിൽ അളമത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയാനുമുള്ള കാരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മഹത്വപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അറബി ഭാഷയിൽ ഒരു മഹത്വപ്പെടുത്തുന്നതിൽ, ഒരാളെ മഹത്വപ്പെടുത്തുന്നതിൽ, അതുപോലെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ അല്ലാഹു അക്ബർ എന്നുള്ളതിനേക്കാൾ വലിയൊരു വാക്കില്ല എന്ന് പറഞ്ഞത് കാണാം, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആ കിബ്രിയാവും അളമത്തും അള്ളാഹുവിനാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം തക്ബീർ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സൂറത്തുൽ ഇസ്രായിലെ 111-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, ഖുൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അള്ളാഹുവിന് സ്തുതി, ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത, ആധിപത്യത്തിൽ ഒരു പങ്കുകാരനില്ലാത്ത, വലം യകുൻ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറാ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആ രീതിയിൽ തക്ബീർ ചെയ്യേണ്ട മുറപ്രകാരം തക്ബീർ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞു കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കുമ്പോൾ, ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഈ വിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്. അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നേരത്തെ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ തൻ്റെ കൈപ്പിടികളിൽ ചുരുട്ടുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അത്രയും നിസ്സാരമാണ് നമ്മൾ ഈ കാണുന്നതും കാഴ്ചയുടെ അപ്പുറത്തുമുള്ള ഈ ലോകവും ആകാശവും, അതിൻ്റെ അകത്തുള്ള എന്തെല്ലാം ഗ്രഹങ്ങളുണ്ടോ, അതിന് അകത്തും പുറത്തും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ. നമ്മൾ കേവലം ഭൂമിക്കകത്തുള്ള മാത്രമല്ല, ഈ ലോകം, ഈ പ്രപഞ്ചം, അതിനകത്തുള്ള എല്ലാം, അതിനെല്ലാം വെറും കൈപ്പിടിയിൽ ഒതുക്കുന്ന അങ്ങേയറ്റത്തെ അളമത്തും കിബ്രിയാവും ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അള്ളാഹു നമ്മൾ വകവെച്ച് കൊടുക്കേണ്ട ഒരു വഖാറത്തുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനോട് തൗഹീദ് പറയുമ്പോൾ പറഞ്ഞ വാക്കുകൾ സൂറത്ത് നൂഹിൽ കാണാം, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം കണക്കാക്കാത്തത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അലീമാണ്, കബീറാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിന് പുറമേയുള്ള ഏതെങ്കിലും കല്ലിനെയോ ഖബറിനെയോ മരത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയോ എല്ലാം ആരാധിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യത ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ആളുകളോടാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹുവിന് എന്താണ് ഒരു ഗാംഭീര്യം നൽകാത്തത്? നിങ്ങൾ എന്താണ് അള്ളാഹുവിനുള്ള ഗാംഭീര്യം മനസ്സിലാക്കാത്തത്? വഖദ് ഖാലഖകും അത്വാറ, നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിച്ചവനല്ലേ അവൻ. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ,
നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എങ്ങനെയാണ് അല്ലാഹു തആല ഈ 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചത് എന്ന്? വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല അശ്-ശംസ സിറാജ, അവിടെ ആകാശത്തിൽ ചന്ദ്രനെ ഒരു പ്രകാശമാക്കുകയും സൂര്യനെ ഒരു വെളിച്ചമാക്കുകയും ചെയ്തിട്ടുള്ളത്, ഒരു വിളക്കാക്കുകയും ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി നബാത, അങ്ങനെ ഭൂമിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ, പിന്നെ അതിലേക്ക് തന്നെ മടക്കുന്നു, വീണ്ടും നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നെല്ലാം അള്ളാഹുവിനെ പറ്റി പറയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കബീർ ആണ്, അൽ അദീം ആണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മൾ വളരെയധികം വലിയ രീതിയിൽ കൊടുക്കേണ്ട മഹത്വം, അതാണ് കിബ്രിയ അൽ അളമ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും വലുതാണ് അൽ കിബ്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കണം, ഈ ആകാശഭൂമികളെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിക്കുന്ന, ഇതിനെയെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള ആകാശഭൂമികളെ അധികാരിയായിട്ടുള്ള അള്ളാഹുവാണ് വലിയവൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. മറ്റെന്തിനേക്കാളും അള്ളാഹുവാണ് വലിയവൻ എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം.